അയ്യോ കണ്ണിന്റെ മേളിൽ എഴുതിയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് FT വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേയിൽ ഈ വ്ലോഗ് എടുക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനും വിഷ്ണുവും എവിടെയെങ്കിലും പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ വ്ലോഗായിരിക്കും ഇത്. ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെറും ഒരു വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കഫേയിലേക്കൊന്നും പോകുന്നതല്ലാന്ന്. യെസ്, ഇത് എൻ്റെ ഫേവറേറ്റ് ഹ്യൂമൻ ആയിട്ടുള്ള ചന്തു ചേട്ടൻ്റെ മാരേജ് ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ മാരേജിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ രാവിലെ പോയത് പൂക്കടയിലേക്കാണ് മുല്ലപ്പൂ വാങ്ങാനായിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ 2 റോസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചേട്ടനും ചേച്ചിക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ തന്നെ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടാണ് ഞാനത് കൂടി വാങ്ങിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വിഷ്ണുവിന് റോസൊന്നും ഇല്ലേന്ന്. നോ ഗൈസ്, ഞാൻ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. വിഷ്ണു ഒരു ക്രിഞ്ച് വിരോധി ആയതുകൊണ്ട് ഞാൻ റോസൊന്നും വാങ്ങിയില്ല. പക്ഷേ എനിക്ക് കുറച്ച് ക്രിഞ്ചൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് വിഷ്ണു എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഫ്ലവറൊക്കെ ആയിട്ടാണ് ആൾ വാലന്റൈൻസ് ഡേക്ക് വന്നത് കേട്ടോ. ഐ വാസ് സോ ഹാപ്പി. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും നേരത്തെ ഒരു കല്യാണത്തിന് പോകുന്നത്. ഈവൻ AC പോലും ഓഡിറ്റോറിയത്തിൻ്റെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും നേരത്തെയാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനും കുറച്ച് ഫ്രണ്ട്സും രാഹിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ചേട്ടന്മാരുടെ കല്യാണത്തിന് പോലും ഇത്ര നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ടായില്ല. കാരണം മേക്കപ്പ് ഇട്ട് റെഡിയൊക്കെ ആയി വരുമ്പോഴത്തേനും ഒരു ടൈം ആവും. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള റാഹീനെയാണ് കേട്ടോ. റാഹിയാണ് എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. കാരണം ഞാൻ കുറച്ച് ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. കാരണം താലം എടുക്കാൻ വേണ്ടിയിട്ട് എന്നെയും കുറച്ച് ജിമ്മിലുള്ള പിള്ളേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാൻ ആ പരിപാടിയെല്ലാം ഏൽപ്പിച്ചത് രാഹിനെയാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് റാഹിയാണ് കേട്ടോ. എൻ്റെ ഒരു ലൈഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ എല്ലാ പ്രോഗ്രാംസും എനിക്ക് വണ്ടി വിളിച്ച് ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് കുറേ തിരക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി താലമൊക്കെ പിടിച്ച് ചന്തുചേട്ടനെ വരവേൽക്കാനായിട്ട് പോവാം. ഇതുവരെയും ഞാൻ ആരുടെ കല്യാണത്തിനാണ് പോയതെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ചന്തുചേട്ടൻ്റെ മാരേജാണ്. ഞാൻ പോകുന്ന പെരുമ്പാറുള്ള എസ്തെറ്റിക്സ് ജിമ്മ് ചേട്ടൻ്റെ ആണ്. ചേട്ടൻ്റെ ശരിക്കും പേര് ശാന്തനു എന്നാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഗെറ്റ് ഫിറ്റ് വിത്ത് ശാന്തനു എന്നടിച്ചു കൊടുത്താലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ചന്തുചേട്ടനെ വരവേൽക്കാനായിട്ട് താലമൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ചേട്ടനെയും സോജി ചേച്ചിനെയും താലമൊക്കെ പിടിച്ച് വരവേറ്റിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റേജിലേക്കാണ്. ഞങ്ങൾ നടന്നു പോകുന്ന ഒരു സീൻസൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ താലികെട്ടിലും മാലയിടൽ ചടങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടന്നു. ഫസ്റ്റ് പന്തിയിൽ ഞങ്ങളാണ് പോയിരുന്നത് ഗൈസ്. കാരണം വിശപ്പിൻ്റെ വിളി ചേച്ചിമാരൊന്നും സമ്മതിക്കുന്നുണ്ടായില്ല. ഈ ബാക്കിൽ വരുന്നത് എൻ്റെ മോർണിംഗ് ബാച്ചിൽ വരുന്ന ചേച്ചിമാരാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആരും വന്നിട്ടുണ്ടായില്ല, ഞങ്ങളായിരുന്നു. ജിമ്മിലെ എല്ലാ പ്രോഗ്രാംസ് നടക്കുന്ന സമയത്ത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഡാൻസ്. അപ്പോൾ ചേട്ടൻ്റെ കല്യാണത്തിന് ഡാൻസ് കളിക്കാതിരിക്കുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ജിമ്മിലെ പിള്ളേരും ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടൻ്റെ കസിൻസിൻ്റെ വകയും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ടീമുകളായിട്ടാണ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇത്രയും കിടന്ന് ഡാൻസ് കളിക്കുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ പാക്ക് ചെയ്യുമായിരുന്നു ഗൈസ്. ഈ ഒരു ബാഗ് ഫുള്ള് ഞാനൊരു ഒറ്റ ദിവസത്തെ ട്രിപ്പിലേക്ക് വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങോട്ടേക്കാണെന്നല്ലേ, ഞാൻ പോകുന്നത് പാലക്കാട്ടോട്ടാണ്. പാലക്കാട് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് പോണതാണ്. അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് അമ്മൂനെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു കോമൺ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ, അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വല്യമ്മയുടെ വീട്. സോ വല്യമ്മയുടെ വീട്ടിൽ കയറിയിട്ട് ചേട്ടൻ്റെ പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടിട്ടും കൂടെയാണ് നമ്മൾ പോയത് കേട്ടോ. സോ യെസ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. സോ ബാക്കി വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് പാർട്ടിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ.